നമസ്കാരം. നമസ്കാരം. ചേട്ടനവിടെ കാത്തിരിക്കുക. ആഹാ. വരൂ. ആ, നമസ്കാരം. അനിയത്തി ജനിച്ച വർഷം, നാള്, നക്ഷത്രം ഇതെല്ലാം ഇതിലുണ്ട്. ആ, കുട്ടിക്ക് 5 വയസ്സായല്ലോ അല്ലേ? ഐ 5 വയസ്സായെന്ന ജാതകം എഴുതണം. ആ, എന്താ പേരിട്ടിരിക്കണേ? നന്ദിനി. അസലായി പേര്. 7, 3, 4, 10, 24, 4, 2, 6. പിറന്ന തീയതി 15, 5, 1, 6. 6ക്ക് 6. യോഗ ജാതവാ. രാശി ശുക്രൻ, ബുധൻ, സൂര്യൻ, കേതു. ഈ രാശി പ്രകാരം നിങ്ങളുടെ എല്ലാം ഭാവി ബഹുകേമ. ഇവൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിനോ നിങ്ങൾക്ക് ഇവളോടുള്ള സ്നേഹത്തിനോ ഒരു കുറവും ഉണ്ടാവില്ല. ഇവളെ തങ്കം കൊണ്ട് അലങ്കരിക്കുന്ന, പട്ടുവിരിപ്പിൽ നടത്തിക്കുന്ന ഇവൾക്ക് എന്തേലും പറ്റിയാൽ നിങ്ങൾക്ക് സഹിക്കില്ല. എന്നാൽ എന്താ? അവളുടെ കല്യാണം മാത്രം നിങ്ങളുടെ ഇഷ്ടമില്ലാതെ അവളുടെ ഇഷ്ടത്തിലേ നടക്കൂ. എടോ, എന്താണോ താൻ പറയുന്നത്? ഞാൻ ഭ്രാന്ത് പറഞ്ഞല്ല, നടക്കാൻ പോകുന്നതാ പറഞ്ഞേ. ചേട്ടാ, ജോത്സ്യം വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഒന്നു മനസ്സിലാക്കുക, നിങ്ങളുടെ പരമ്പരയിൽ 3 ആൺകുട്ടികൾക്ക് ശേഷം മാത്രമേ ഒരു പെൺകുട്ടി പിറക്കുകയുള്ളൂന്നും നിങ്ങളുടെ 15ാമത്തെ വയസ്സിൽ മാതാപിതാക്കൾക്ക് ഉദകക്രിയ ചെയ്യേണ്ടി വരുമെന്നും പ്രവചിച്ചു നോമ. അതൊക്കെ നടന്ന സ്ഥിതിക്ക് ഇതും സംഭവിച്ചേ തീരൂ. എടോ, ഒന്ന് പോയേ. ജ്യോത്സ്യത്തിൽ നല്ലത് പറഞ്ഞാൽ വിശ്വസിക്കുക, നന്നല്ലാത്തത് പറഞ്ഞാൽ ജ്യോത്സ്യം നുണയാണെന്ന് പറയുക. ഇതാ ലോകം. നോം പറയാനുള്ളത് പറഞ്ഞു. വിശ്വസിക്കണതും അവിശ്വസിക്കണതും നിങ്ങളുടെ ഇഷ്ടം. നോം ഇറങ്ങുക. ഇനി നന്ദിനി പള്ളിക്കൂടത്ത് പോണില്ല. പള്ളിക്കൂടം ഇങ്ങോട്ട് കൊണ്ടുവരാ. നിങ്ങൾ ഇംഗ്ലീഷ് അധ്യാപകൻ, നിങ്ങൾ കണക്കധ്യാപകൻ, നിങ്ങൾ സയൻസ് അധ്യാപകൻ, നിങ്ങളോ? മലയാള അധ്യാപകൻ. നിങ്ങൾക്കെല്ലാം 1500 രൂപ ശമ്പളം. ഇനി നന്ദിനിക്ക് നിങ്ങളാ പള്ളിക്കൂടം. കണ്ണമ്മ, കണ്ണമ്മ, വരൂ വരൂ. ഇതെന്താ എല്ലാവരും കൂടെ വന്നിരിക്കുന്നേ? വലിയ വീട്ടിലെ നന്ദിനി വയസ്സറിയിച്ചു. അതിൻ്റെ ആഘോഷം എന്നാണ്? ഇന്ന് നാട്ടുകാരെ മുഴുവൻ സദ്യക്ക് വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതല്ലേ, ഇങ്ങനെയുള്ള വിശേഷങ്ങൾക്ക് ഞാൻ പോകാറില്ലെന്ന്. ഇതാ നോക്ക്, വിധവകൾ വിശേഷങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പഴയ കാലം. ഈ നാട്ടിലെ ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളൊക്കെ നിന്നെപ്പോലെയാ കഴിയുന്നേ. ഞാൻ ആരെയും ഉദാഹരണത്തിനെടുത്തിട്ടല്ല. നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ നീ മാത്രമായിരിക്കുന്നു വീട്ടിലിരിക്കുന്നത്. വാടി പോകാം. ആര് വയസ്സറിയിച്ചെന്നാടി? കിളവാ, നിങ്ങൾക്ക് എന്തിനാ ഇതൊക്കെ? അവിടെ ആണുങ്ങൾക്ക് വരാൻ പാടില്ലെന്ന് അറിയില്ലേ? പോടി. ആ, ഇതാ നോക്ക്, ഇതാണ് മൂത്ത ആള്. നന്ദിനിയെ ഈ ആഭരണമല്ലേ ഇടിക്ക്. അവളുടെ ജീവിതം മുഴുവൻ ഞാൻ അവൾക്ക് സ്വർണം കൊടുക്കേണ്ടത്. ഇന്നാ എന്റെ അനിയത്തിക്ക് ഡ്രസ് കൊടുക്ക്. അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളായത്. ആ, അത് രണ്ടാമൻ. വരുന്നവർക്കെല്ലാം സദ്യ കൊടുക്കുന്ന എന്റെ ജോലിയാ. അതിലാരും തലയിടണ്ട കേട്ടല്ലോ. ആ, അത് മൂന്നാമത്തെ ആളാ. ചെമ്പവിഴ മുത്തുക്കളാൽ കോർത്തുവച്ച ചിത്രമിതോ, തങ്കവള വൈരവള ചാർത്തി വന്ന വിഗ്രഹമോ, പാൽക്കടലിൽ കടഞ്ഞെടുത്ത പാരിജാത പരിമളമോ, ഈ ചിരിക്ക് പകരമായി ഉലകിൽ ഒന്നുമില്ല. ചിന്നത്തമ്പി, 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 ചിന്നത്തമ്പി. വലിയ വീട്ടിൽ പോയിരിക്കുക. ഈ നാട്ടിലെ ഒരാണും അങ്ങോട്ട് കയറരുതെന്ന് പറയുന്നവർ. നിന്നെ മാത്രം കയറ്റണമെങ്കിൽ നീ ഒരപ്പാവി, ലോകപരിചയം ഇല്ലാത്തവനായതുകൊണ്ടല്ലേ. പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞതല്ലേ ഞാൻ. ചിന്നത്തമ്പി, നീ നന്നായിട്ട് പാടി. വലിയ വീട്ടിൽ പാടിയതുകൊണ്ട് നീ വലിയ ആളായി.
കഴിക്കാതെ എവിടെ പോയി? എല്ലാവരും കൂടെ വന്നു ഇരുന്നു. നീ മാത്രം എന്താ? നീയല്ലേ ആദ്യം ഇരുന്നത്? ആഹാരം കഴിക്കും എന്തിനു വഴക്കുണ്ടാക്കുന്നേ? എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം. ഏയ് എന്താണ് അവിടെ? എനിക്ക് എപ്പോഴാ കല്യാണം? ജാനകി, എന്താ ഒരു ആൾക്കൂട്ടം? ഇവരുടെ കല്യാണത്തിന് വീട്ടുകാർ സമ്മതിച്ചില്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്തതാ. പണം കിട്ടിയില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു. അതൊരു കാരണമാകാം. എനിക്ക് കല്യാണം, എനിക്ക് കല്യാണം, എനിക്ക് എപ്പോഴാ കല്യാണം? എനിക്ക് എപ്പോഴാ കല്യാണം? എന്തൊരു ജനം ഞാൻ ഒരുത്തൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാ? ആണുങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു, ഇത് മുഴുവൻ പെണ്ണുങ്ങളല്ലേ. ഇതൊക്കെ എന്ത് പെണ്ണുങ്ങളാ? ഇത്ര നാൾ പട്ടിണി കിടക്കായിരുന്നു അവളുമാര്. പശു കാടിവെള്ളം കണ്ട പോലെ ഇവളുമാർ അണ്ടാവിലേക്ക് തലയിട്ടല്ലേ പായസം കുടിച്ചത്. ആകെ മൊത്തത്തിൽ നീ തന്നെ പാചകം ചെയ്ത ഭാവത്തിലാണല്ലോ പറഞ്ഞു വരുന്നത്. കോഴി ഇറച്ചി കോഴിക്കോട് കാതിർക്ക, മീൻ വെക്കാൻ മീനച്ചൽ മണിയുണ്ടാൻ, ആട്ടിറച്ചിക്ക് ആറന്മുള ആന്റപ്പേ, ബിരിയാണിക്ക് കായംകുളം പീരി മുഹമ്മദ്, മുട്ടയ്ക്ക് മൂവാറ്റുപുഴ. ഇവരെല്ലാം ഓരോരോ ഐറ്റംസ് ചെയ്ത പാചകക്കാരാ. ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യുന്ന സകല കലാ പാചക വല്ലഭനാടാ. ഞാൻ വെച്ചതൊക്കെ കഴിച്ചിട്ട് കൃഷ്ണസ്വാമി, നാളെ കോഴി, മീന്, കാട, മുട്ട ഇതൊക്കെ ഉണ്ടാക്കണം. കോഴി കറി വെച്ചേരെ, മീൻ വറുക്കണം, കാട ഫ്രൈ ചെയ്താ മതി. പിന്നെ മുട്ട പുഴുങ്ങിയ കേട്ടോ, മനസ്സിലായോ? ശരി മാഡം. മാഡം, ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ടാണോ അതോ വീടിന്റെ മുന്നിൽ തട്ടുകട നടത്താനുള്ള പരിപാടിയാണോ? നീ എന്റെ പാചകത്തെ കുറിച്ച് കളിയാക്കിയില്ലേ? ഇപ്പൊ വന്നിട്ട് പോയില്ലേ ഒരു ഉരുപ്പടി. അത് ഈ വീട്ടിൽ വരുമ്പോ എങ്ങനെയായിരുന്നു നിനക്കറിയാവോ? മോര് കുടിക്കുന്ന മഗ്ഗു പോലെ ആയിരുന്നത്, ഇപ്പോ ബിയർ ഒഴിച്ചു വെക്കുന്ന ജഗ്ഗു പോലെ ആയില്ലേ? ഇന്ന് വയസ്സറിയിച്ച നന്ദിനിയാണോ നീയാണോ? ഇസ്തിരിപ്പെട്ടി, നിന്നെ ഇവർ വർണ്ണിക്കുന്ന കേട്ട് നീ വഞ്ചിക്കപ്പെടരുത്. എപ്പോഴും നിന്നെ സ്വപ്നം കാണുന്ന എന്നെ വിശ്വസിക്ക്. അട പോടാ, ഇവളെ കണ്ട വലിയ വീട്ടിലെ ഇസ്തിരിപ്പെട്ടി പോലെ ആയിരിക്കുന്നത്. അലങ്കരിച്ച കോവിൽ ദേവത പട്ടും ചുറ്റി നടന്നു വരുന്നത് പോലെയല്ലേ ഇരിക്കുന്നത്. ചന്ദ്രികയിൽ അലിയുന്ന എന്റെ മോനെ ചന്ദ്രകാന്തമാണോ? തങ്കഭസ്മ കുറിയിട്ട് തമ്പുരാട്ടിയോ അതോ മാർഗഴി മാസത്തിലെ പൗർണമി നിലാവോ ഇവൾ? കുട്ടി ഉരുമി നിൽക്കുമ്പോ ഈ കവളത്തിന്റെ മുഖം തന്നെ തെളിയുന്നു. എന്തൊരു വർണ്ണപ്പകിട്ട്! അയ്യോ, ഇവളെ കുറിച്ച് ഇവന്മാരുടെ മുന്നിൽ വെച്ച് ഒരു കാര്യവും പറയാൻ പറ്റില്ലല്ലോ. ഉടനെ വന്ന അവന്മാര് പറയും ഇവളോട്, ഓ ഈ ഭാവന നിങ്ങളുടെയാ? അല്ലാതെ പാവയ്ക്ക പോലും അറിയാറില്ല. പിന്നെ എവിടുന്ന് ഇവനൊക്കെ ഭാവന വരുന്നത്? ഇവിടുത്തെ കൊച്ചമ്മയെ കുറിച്ച് ചോദിച്ചു അവന്മാര്, ഞാൻ വർണ്ണിച്ചു കൊടുത്തു. അപ്പോഴാണ് നിന്നെ കുറിച്ച് ചോദിച്ചത്, അതും ഞാൻ വർണ്ണിച്ചു കൊടുത്തു. നന്നായി ഞാൻ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇതല്ലേ ഇവന്മാരുണ്ടാക്കിയതെന്ന് നീ വിശ്വസിച്ചു പോകില്ലേ? ഇതൊന്നും ഇവരുടെ ഭാവനയിലുള്ളതല്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. എങ്ങനെ? ഏതോ സിനിമാ പാട്ടിൽ കേട്ടതാ ഞാൻ ഇതൊക്കെ. എടാ, നിന്റെ പല്ല് വെളിയിൽ കാണിക്കാൻ കൊള്ളില്ല. എന്തൊക്കെ ആയാലും നിങ്ങൾ എന്നെ വർണ്ണിക്കുമ്പോ എനിക്കതൊരു അഭിമാനാ. അയ്യോ, മണി ആറായോ? അയ്യോ, അതെ. എന്താ നിങ്ങൾ ദിവസം 6 മണിയാകുമ്പോ വീട്ടിൽ പോകുന്നത്? നിങ്ങൾ കല്യാണം കഴിച്ചതാ? നോ, ഐ ആം ഒറിജിനൽ ബാച്ചിലർ. പിന്നെന്താ 6 മണി കഴിഞ്ഞ ഇവിടെ ഇരിക്കാത്തെ? അതെ, എന്റെ അച്ഛൻ ബ്രിട്ടീഷ് പാചകക്കാരൻ. ഓരോ അപ്പന്മാരും മക്കൾക്ക് സ്വത്തും കൊടുക്കും, സുഖവും കൊടുക്കും. എന്റെ അപ്പൻ എനിക്ക് സമയവും പഞ്ച്വാലിറ്റിയും തന്നിട്ട് പറഞ്ഞു, മകനെ 1 കോടി രൂപ തന്നാലും 6 മണിയും 5 മിനിറ്റും കഴിഞ്ഞാൽ ഒരു ജോലി നീ ചെയ്യരുത്. 6:15 വീട്ടിൽ പോയി കുത്തിയിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് സത്യം ചെയ്തിട്ട് അപ്പൻ ചത്തുപോയി. ഇപ്പോ പോട്ടെ, നാളെ വരാം ഞാൻ.